വെച്ചിട്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പഴുത്തതായാലും പച്ചയായാലും ഒക്കെ കൊണ്ട് നമ്മൾ പലതരം കറികളായാലും എന്തായാലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ മാമ്പഴത്തിരണാവ് ഇതുവരെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അതിന് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. കുറച്ച് പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുളമ്പ് മാങ്ങയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കാം. കൂടുതൽ നാരുള്ള മാങ്ങ ഇതിന് പറ്റില്ല എന്ന് മാത്രം. ബാക്കി ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് കുളമ്പ് മാങ്ങ അതാ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞിടാം. ചെറിയ കഷ്ണങ്ങളാക്കിയൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. മാത്രമല്ല പലതരം, അത് പിട്ടിൻ്റെ കൂടെ ആയാലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്ക്. ഇതിൽ പക്ഷേ നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല. മാമ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടുന്നത് ചെറിയുള്ളിയാണ്. കുറച്ചധികം ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കണം. നമ്മൾക്ക് കല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. കൂടുതൽ അരിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇത്ര മാത്രമേ നമുക്ക് ഇത് ചതച്ചെടുക്കണ്ടൂ. കൂടുതൽ അരയരുത്. വെളുത്തുള്ളിയും ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കേണ്ട. ഇപ്പോൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നെയ്യാണ് ടേസ്റ്റ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകവും പെരിഞ്ജീരകവും പൊടിച്ച പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടാം പാലൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പാൽ മാത്രമേ വേണ്ടൂ. 1 അരമുറി തേങ്ങ നല്ലപോലെ അരച്ച് നല്ല കട്ടിയിൽ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ്. മുളക് പൊടി കുറച്ച് എരിവ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ.
നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി അടച്ച് വെച്ച് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച കറിവേപ്പില. 1 ടീസ്പൂണ് നല്ലപോലെ വറുത്ത് പൊടിച്ച കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 ദിവസം വെച്ച് നമുക്ക് ഈ കറി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പുട്ടിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. മധുരം കുറച്ച് ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്ക്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും പണിയല്ലോ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. മാമ്പഴം വെച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പൊടികൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.